കളമശ്ശേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ വാതക ചോർച്ചയൊക്കെ പരിഹരിച്ചു. നിപ്പോൺ ടയേഴ്സിന്റെ മുന്നിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ലോറി മറിഞ്ഞത്. അവിടെ നിന്നും ഈ ടാങ്കറൊക്കെ മാറ്റുന്നതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഗുഡ് മോർണിംഗ്. ടാങ്കർ അവിടെ നിന്ന് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു അല്ലേ? പുതിയ ക്യാബിൻ കൊണ്ടുവന്ന് അതിൽ ഘടിപ്പിക്കാനുള്ള ശ്രമമാണോ, അതോ എങ്ങനെയാണ് അവിടെ നിന്ന് ഇപ്പോൾ നീക്കുന്നത്? മോത്തി, പുതിയ ക്യാബിൻ കൊണ്ടുവന്ന ഈ ടാങ്കർ ഇവിടെ നിന്ന് മാറ്റുക, അത് അമ്പലമുകളിലെ റിഫൈനറിയിലേക്ക് കൊണ്ടുപോകുക, അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ക്യാബിൻ മാറ്റി കഴിഞ്ഞു. മറ്റൊരു ക്യാബിൻ കൊണ്ടുവന്ന ഈ ടാങ്കറിന്റെ ക്യാബിനെ വലിച്ച് അങ്ങോട്ട് നീക്കിയിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ടാങ്കർ ഇവിടെ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളും കാണാം. വലിയ ക്രെയിൻ കൊണ്ടുവന്ന ആ ടാങ്കർ ഇപ്പോൾ ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഇനി ഇതിനുള്ള പുതിയ ക്യാബിൻ എത്തിച്ചിട്ടുണ്ട്. ആ ക്യാബിൻ കൊണ്ടുവന്ന് ഈ ടാങ്കർ കണക്ട് ചെയ്ത് കളമശ്ശേരിയിൽ നിന്ന് അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറിയിലേക്ക് തന്നെ കൊണ്ടുപോകും. കാരണം ഈ ടാങ്കറിനുള്ളിൽ പ്രൊപ്പലിൻ ഗ്യാസ് ആണുള്ളത്. അതീവ തീപിടുത്ത സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രൊപ്പലിൻ ഗ്യാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലീക്കേജ് ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് അടച്ചിരിക്കുന്നത്. അത് ഏത് സമയവും അത് വലിയ ലീക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പലമുകളിലെ റിഫൈനറിയിൽ BPCL റിഫൈനറിയിൽ എത്തിച്ച് ഈ ടാങ്കറിനുള്ളിലെ പ്രൊപ്പലിൻ പൂർണ്ണമായും പുറത്തേക്കെടുക്കും. അതിനുള്ള നടപടികളാണ് ഇനി നടക്കേണ്ടത്. അതിനുവേണ്ടിയാണ് കളമശ്ശേരിയിൽ നിന്ന് ഈ ടാങ്കർ റിഫൈനറിയിലേക്ക് മാറ്റുക. കൂറ്റൻ ക്രെയിൻ സംവിധാനം കൊണ്ടുവന്നാണ് ഈ ടാങ്കർ ഇപ്പോൾ ഉയർത്തി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ടാങ്കർ മുകളിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുന്നു. ഇനി പുതിയ ക്യാബിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാബിൻ ഘടിപ്പിച്ചായിരിക്കും ഇവിടെ നിന്ന് ഈ ഗ്യാസ് ടാങ്കർ മാറ്റുക. ഇന്നലെ രാത്രി 11 മണി ടാങ്കർ പുതിയ ക്യാബിൻ കൊണ്ടുവന്ന് അതിലേക്ക് ഘടിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. റിഫൈനറിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പിന്നിൽ നൽകുന്ന വിവരങ്ങൾ. ഇന്നലെ രാത്രിയായിരുന്നു അപകടം ഉണ്ടായത്.